بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. وما لأحد عنده من نعمة تجزى إلا ابتغاء وجه ربه الأعلى ولسوف يرضى. പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികൾ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന്, അവൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണേ എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സാമൂഹ്യ ബന്ധങ്ങൾ ദൃഢമായി കൊണ്ടു നടക്കുക എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ഗൗരവകരമായ കാര്യമാണ്. സാമൂഹിക ബന്ധങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അത് കൃത്യമായും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുമുള്ള പ്രീതി മാത്രമായിരിക്കണം. നമ്മുടെ മക്കളോടുള്ള കടപ്പാടുകളാണെങ്കിലും മാതാപിതാക്കളോടും ഇണകളോടും സുഹൃത്തുക്കളോടും ഒക്കെയുള്ള നമ്മുടെ ബന്ധങ്ങൾ, ആ ബന്ധങ്ങളുടെ എല്ലാം ലക്ഷ്യമെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രമായിരിക്കണം. വമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സ, പ്രത്യുപകാരം നൽകപ്പെടേണ്ടതായ ഒരു അനുഗ്രഹവും ഒരു ഉപകാരവും അവൻ്റെ പക്കൽ ഒരാൾക്കും തന്നെ ഇല്ല. തൻ്റെ അത്യുന്നതനായ രക്ഷിതാവിൻ്റെ പ്രീതി അത് നേടുക എന്നുള്ളത് മാത്രമായിരിക്കണം അവൻ്റെ ലക്ഷ്യം. വലസൗഫയർള, ആ ലക്ഷ്യമുണ്ടെങ്കിൽ മാത്രമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തൃപ്തിപ്പെടുവാൻ സാധ്യമാവുകയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ ചുറ്റുപാടുകളിൽ പല കാര്യങ്ങളും നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ചില വാചകങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. ഒരുപാട് വർഷക്കാലം മക്കളെ ഒക്കെ പോറ്റി വളർത്തി വലുതാക്കിയിട്ട് അവന് സ്വന്തമായി ജീവിക്കുവാൻ പറ്റുന്ന അവസ്ഥയിലേക്കെത്തി മാതാവിനെയും പിതാവിനെയും ധിക്കരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുമ്പോൾ ചില വാപ്പാര് പറയാറുണ്ട്, ഇത്ര കാലം ഞാൻ നോക്കിയിട്ട് എനിക്കൊരു ഉപകാരവും ഉണ്ടായില്ല എന്ന് പറയുന്ന എത്രയോ രംഗങ്ങൾ പലരുടെയും ജീവിതത്തിൽ ഉണ്ടായി കാണും. ഒരു പിതാവ് തൻ്റെ മകളെ നന്നായി നോക്കി, നന്നായി പഠിപ്പിച്ചു, നല്ല ഒരു ആളുടെ കൂടെ പറഞ്ഞയച്ചു, അവൾക്ക് വീടുണ്ടാക്കുവാനും അവരുടെ ആവശ്യങ്ങളൊക്കെ നിർവഹിക്കുവാനും അദ്ദേഹം ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിലും അവസാനം
ആ പിതാവിനോട് നന്ദികേട് കാണിക്കുന്ന രംഗം വന്നപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഇത്രയും കാലം അധ്വാനിച്ചിട്ട് എനിക്ക് ഒരു ഉപകാരവും ഇല്ലാതായി പോയല്ലോ എന്ന് ആ മനുഷ്യൻ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ മനുഷ്യൻ തന്റെ മകനെ നോക്കുന്നതും തന്റെ മകളെ നോക്കിയതും അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടായിരുന്നുവെങ്കിൽ, അള്ളാഹുവിന്റെ പരലോകത്തുള്ള പ്രതിഫലമായിരുന്നു ആ മനുഷ്യൻ ആഗ്രഹിച്ചതെങ്കിൽ, പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ വലസൗഫ യർള, അവൻ തൃപ്തിപ്പെടാമായിരുന്നു. നമ്മളൊക്കെ നമ്മുടെ ഏത് ബന്ധങ്ങളാണെങ്കിലും, ഇണകളോടുള്ള ബന്ധമാണെങ്കിലും, മക്കളോടുള്ളതാണെങ്കിലും, മാതാപിതാക്കളോടും സുഹൃത്ത് ബന്ധങ്ങളോടും ഏത് ബന്ധമാണെങ്കിലും അള്ളാഹുവിന്റെ പ്രീതിക്കപ്പുറത്തേക്ക് നാളെ എനിക്ക് തിരിച്ചുപകാരം ലഭ്യമാകും, അതൊക്കെ നമുക്ക് ആഗ്രഹിക്കാം. പക്ഷെ നമ്മുടെ മുമ്പിൽ ഏറ്റവും പ്രധാനമായും ഉണ്ടായിരിക്കുന്നത്, ഞാൻ എൻ്റെ ഭാര്യക്ക്, പല ഭാര്യ ഭർത്താക്കന്മാർ തെറ്റുമ്പോഴാണ് ഈ വാചകം പ്രത്യേകമായിട്ട് എടുത്തു പറയാറുള്ളത്, ഈ മനുഷ്യന് വേണ്ടിയായിരുന്നോ ഞാൻ ഇത്രയും കാലം അധ്വാനിച്ചത്, ഈ മനുഷ്യന് ഞാൻ ഭക്ഷണം കൊടുത്തത് എന്നൊക്കെ പറയുന്ന സഹോദരിമാരുണ്ട്. എന്നാൽ മനസ്സിലാക്കി വെക്കുക, നിങ്ങൾ നിങ്ങളുടെ ഇണയെ പരിചരിക്കുന്നത്, അവരെ സംരക്ഷിക്കുന്നത്, ഭർത്താവാണെങ്കിൽ ഭാര്യക്ക് ഭക്ഷണം കൊടുക്കുന്നു എന്നുള്ളത്, സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളത്, അതിൻ്റെ എല്ലാം നമ്മൾ പ്രതിഫലമായി നമ്മൾ ആഗ്രഹിക്കേണ്ടത് പരലോകത്ത് അള്ളാഹുവിൻ്റെതാണ് എന്നതാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നിരാശ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സ്ഥലത്ത് നമ്മളോട് പറഞ്ഞു, ഭക്ഷണത്തിന് പ്രേമമുള്ളതോടുകൂടി സാധുവിനും അനാഥക്കും ബന്ധനസ്ഥനുമെല്ലാം അവർ ഭക്ഷണം നൽകും. ആ ഭക്ഷണം കൊടുക്കുമ്പോൾ അവന്റെ മനസ്സിലുള്ളത് എന്താ പറയുക, ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രമാണ് അവൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഞാൻ ഓരോരു സഹായം ചെയ്തു കൊടുത്തു, ഞാൻ ഒരു സക്കാത്തിന്റെ കമ്മിറ്റിയിൽ നിന്ന് പൈസ വാങ്ങിക്കൊടുത്തു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഭൗതിക കാര്യം ചെയ്തു കൊടുത്തു എന്നുള്ളത് കൊണ്ട് അവന്റെ വീട്ടിലേക്കുള്ള കാര്യങ്ങൾ നിർവഹിക്കുവാനും, അവനെ കാണുമ്പോൾ പ്രത്യേകം ബഹുമാനിക്കുവാനും, അവന് പ്രത്യേകം സ്ഥാനം കൊടുക്കുവാനും, അവന് വേറെ മുഖം തിരിച്ചാൽ ഞാൻ അതൊക്കെ ചെയ്തു കൊടുത്തിട്ട്, ഞാൻ അവൻ അങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തിട്ടും അവൻ എന്നെ മൈൻഡ് ചെയ്തില്ല എന്ന് പറയുന്ന വർത്തമാനം ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അറിഞ്ഞു വെച്ചുകൊള്ളുക. നമ്മൾ ഏതു നന്മകൾ നമ്മൾ നിർവഹിക്കുമ്പോഴും, ആരെ നമ്മൾ ലക്ഷമല്ല കോടിക്കണക്കിന് രൂപ കൊടുത്ത് നിങ്ങളൊരാളെ സഹായിക്കുകയാണെങ്കിലും തിരിച്ചവന്റെ പുഞ്ചിരിക്ക് വേണ്ടിയോ അവൻ നമ്മളെ കാണുമ്പോൾ ബഹുമാനിക്കുന്നതിന് വേണ്ടി ആവാൻ പാടില്ല, അള്ളാഹുവിന്റെ വജുഹ് മാത്രമായിരിക്കണം എന്നതാണ് ഓർമ്മപ്പെടുത്തുന്നത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്, ഇത് സാമൂഹിക ബന്ധങ്ങളെ ശക്തമായി കൊണ്ടുപോകണമെങ്കിൽ അത് ആവശ്യമുള്ള കാര്യമാണ്. അതേപോലെ പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു തന്ന മറ്റൊരു കാര്യമുണ്ട്, മൻ അഹബ്ബല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടിയാണ് നിങ്ങൾ ഇഷ്ടപ്പെടേണ്ടത്. നിങ്ങൾ കൊടുക്കേണ്ടതും നിങ്ങൾ വെറുക്കേണ്ടതും നിങ്ങൾ തടയേണ്ടതും എല്ലാം അള്ളാഹുവിന് വേണ്ടിയാണ്. അതിനപ്പുറത്തേക്ക് വേറെ ഭൗതികമായ വോട്ട് കിട്ടുന്നതിന് വേണ്ടിയോ, തന്റെ സ്ഥാനം ഉറപ്പിക്കുന്നതിന് വേണ്ടിയോ, യോഗം നടക്കുമ്പോൾ, മീറ്റിംഗ് നടക്കുമ്പോൾ എനിക്ക് അനുകൂലമായി പറയണമെന്ന് എന്നുള്ളത് കൊണ്ടോ ഒന്നും ആവരുത്. നിങ്ങൾ സഹായങ്ങളും നിങ്ങൾ സഹകരണങ്ങളും നിങ്ങൾ അവരോട് അനുഭാവപൂർണമായ നിലപാടുകൾ സ്വീകരിക്കുന്നതും, നേരെ മറിച്ച് അതെല്ലാം അല്ലാഹുവിന് വേണ്ടി ആകുമ്പോഴാണ് ഫഖദ് ഇസ്തക്മലൽ ഈമാൻ, അവന്റെ ഈമാൻ പൂർത്തിയാകുന്നത്. നമ്മളെ പല പണിയും അങ്ങനെയല്ല. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന വലിയ അധ്വാനമാണ് എന്ന് നമ്മൾ വിചാരിച്ച്, നമ്മുടെ ഉറക്കമൊഴിച്ച്, നമ്മുടെ സമ്പത്ത് ഉപയോഗപ്പെടുത്തി, നമ്മുടെ ആരോഗ്യം ഉപയോഗപ്പെടുത്തി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല പണികളും അള്ളാഹുവിന് വേണ്ടിയല്ല, അള്ളാഹുവിന് തൃപ്തിക്ക് വേണ്ടിയല്ല, ഇവിടെയുള്ള തന്റെ സ്ഥാനങ്ങൾ നേടുന്നതിന് വേണ്ടിയാണ്, തന്റെ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയാണ്, തന്റെ ചില ഇഷ്ടങ്ങളും തന്റെ ചില നിലപാടുകളും അതിവിടെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ്. നേരെ മറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടു കൂടി നമ്മളോട് പറയുന്നു, അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ ഇഷ്ടപ്പെടണം, അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ വെറുക്കണം, അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ കൊടുക്കണം, അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ തടയണം. ഫഖദ് ഇസ്തക്മലൽ ഈമാൻ, അപ്പോഴാണ് അവന്റെ ഈമാൻ അത് പൂർത്തിയാകുന്നത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നതും ഭാര്യമാരെ സ്നേഹിക്കുന്നതും അയൽവാസികളെ സ്നേഹിക്കുന്നതും എല്ലാം ഈ ഒരു മാനദണ്ഡത്തിലാകണം. ഈ ഒരു മാനദണ്ഡത്തിലാകുമ്പോഴാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കതിന് മനസ്സിന് സംതൃപ്തി ഉണ്ടാകുന്നത്. നേരെ മറിച്ച് നമുക്ക് അത് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കി തീർക്കും, മാനസികമായി നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി തീർക്കും. എല്ലാ ബന്ധങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ തൃപ്തിയായിരിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു തന്നല്ലോ നമുക്ക്, പരലോകത്ത് 7 വിഭാഗം ആളുകൾക്ക് അള്ളാഹു തണലിട്ട് കൊടുക്കുന്ന രംഗമുണ്ട്.
അവിടെ ആ ഒരു തണലുമില്ലാത്ത സബഅത്തു യുളില്ലുഹുമുല്ലാഹ് ഫീ ളില്ലിഹി, അല്ലാഹുവിന്റെ ളില്ലല്ലാതെ യാതൊരു തണലുമില്ലാത്ത സന്ദർഭത്തിൽ 7 വിഭാഗത്തിന് തണലിട്ട് കൊടുക്കും. അതിലൊരു വിഭാഗം എന്ന് പറയുന്നത് തഹാബ്ബാനില്ലാ, അള്ളാഹുവിന് വേണ്ടി പരസ്പരം ഇഷ്ടപ്പെട്ടവരാണ്. അവർ ഒരുമിച്ചതും അവർ വേർപിരിഞ്ഞതും എല്ലാം അള്ളാഹുവിന്റെ ഇഷ്ടത്തിനു വേണ്ടിയാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത് ഗൗരവകരമായ കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഓർമ്മിക്കുക, നമ്മുടെ സാമൂഹിക ബന്ധങ്ങൾ അത് കെട്ടുറപ്പോട് കൂടി പോകണമെന്നുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനപരമായ മാനദണ്ഡം അള്ളാഹുവിന്റെ തൃപ്തിയായിരിക്കണം. പിന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്, നമ്മുടെ മനുഷ്യന്റെ പ്രകൃതി എന്ന് പറയുന്നത് സാമൂഹിക ജീവിയായി കൊണ്ടുപോവുക എന്നുള്ളതാണ്. നമ്മുടെ സമൂഹത്തിൽ ആരോടും ഒരു ബന്ധവുമില്ലാതെ പോവുക എന്ന് പറയുന്നത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത് സാധിക്കുന്ന ഒരു കാര്യമല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമുക്ക് മറ്റുള്ളവരുടെ സഹായവും സഹകരണവും ആവശ്യമുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ആമനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വൻ. നീ ചെയ്യേണ്ടത് നന്മയിലും തഖ്വയിലുമാണ് എന്താകേണ്ടത്, നിങ്ങൾ പരസ്പരം സഹകരിക്കേണ്ടത്. നേരെ മറിച്ച് പ്രയാസത്തിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കുവാനും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുവാനും ഭിന്നതകൾ ഉണ്ടാക്കുവാനുമല്ല നിങ്ങൾ പരസ്പരം സഹകരിക്കേണ്ടത്. അതും അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യമാണ്. നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ആരോഗ്യം എന്ന് പറയുന്നതുണ്ടല്ലോ, ആരോഗ്യമെന്ന് പറഞ്ഞാൽ പിന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞത് നമ്മുടെ ശാരീരികവും നമ്മുടെ മാനസികവുമായ ആരോഗ്യം മാത്രമല്ല, മാനസികമായ ആരോഗ്യം കൂടി എന്താണ് അതിൽ ഉൾക്കൊള്ളുന്ന കാര്യമാണ്. മനുഷ്യരുടെ മനസ്സുകളെ വേദനിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. രോഗം സാധാരണ ഫിസിക്കലിയുള്ള രോഗങ്ങളും അതേപോലെയുള്ള മെന്റലിയുള്ള രോഗങ്ങളും അതോടുകൂടി ചേർത്ത് പറയുന്നത് സാമൂഹികമായ ആരോഗ്യം എന്ന് പറയുന്നത് അത് ഏറ്റവും പ്രധാനമാണ്. ആ സാമൂഹികമായ ആരോഗ്യത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും രീതികളുമായിരിക്കണം നമ്മളിൽ നിന്നും ഉണ്ടാകേണ്ടത് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തോടു കൂടി തന്നെ നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവത്തിൽ തന്നെ ആ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു തന്ന ഒരു വാചകമുണ്ട്. ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ അത് ഇണക്കമുള്ളവനും അതേപോലെ തന്നെ ഇണക്കമുള്ളവനും ഇണക്കപ്പെടുന്നവനുമാണ്. അവൻ മറ്റുള്ളവരോട് ഇണങ്ങുവാൻ അവന് സാധ്യമാകണം. അതേപോലെ തന്നെ അവൻ ഇണങ്ങുവാൻ മാത്രമല്ല, അവനോട് ആരെങ്കിലും ഇണങ്ങുവാൻ വന്നാൽ തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താവണം, ഇണക്കമുണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുഅ്മിനു യഅലഫു വയുഅലഫു വലാ ഖൈറ ഫീമൻ ലാ യഅലഫു വലാ യുഅലഫു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വാചകമാണ്. മറ്റുള്ളവരുടെ ഇണങ്ങാൻ മടി കാണിക്കുന്ന മനുഷ്യന്മാരുണ്ട്, അതിൽ യാതൊരു തരത്തിലുമുള്ള ഖൈറില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ പ്രവാചകൻ അതിനോട് ചേർത്തുകൊണ്ട് പറഞ്ഞു തന്നു, വഖൈറുൻ നാസി അൻഫഅഹും ലിന്നാസ്. നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല മനുഷ്യനെന്ന് ചോദിച്ചാൽ മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്യുന്നവനാണ്. മറ്റുള്ളവരുടെ നന്മകൾ ആഗ്രഹിക്കുകയും നമ്മൾക്ക് കൊണ്ട് സാധ്യമാകുന്ന നന്മകൾ അവർക്ക് ചെയ്യുക എന്നുള്ളതും ഒരു വിശ്വാസിയുടെ ഗുണമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മോട് പറയുന്ന മറ്റൊരു വാചകമുണ്ട്, വലാ തനാസഉ ഫതഫ്ശലു വതദ്ഹബു റിഹകും. നിങ്ങൾ എന്ത് വേണമെന്നറിയുമോ, നിങ്ങൾ ഭിന്നിക്കുവാൻ പാടില്ല. നമ്മൾ ഒരുമിച്ച് നിൽക്കണം. സഹോദരങ്ങൾ തമ്മിൽ പോലും ഇണക്കമില്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത്. അവിടെയാണ് ഈ പരിശുദ്ധ ഖുർആന്റെ ഈ ആയത്ത് നമുക്ക് വളരെ ഗൗരവകരമായ ഒരു സന്ദേശം നൽകുന്നത്. വലാ തനാസഉ, നിങ്ങൾ ഭിന്നിച്ചുകൊണ്ട് നിൽക്കുവാൻ പാടില്ല. ഫതഫ്ശലു വതദ്ഹബു റിഹകും, നിങ്ങൾ പരസ്പരം ഭിന്നിക്കാൻ പാടില്ല. നിങ്ങൾക്ക് അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഭീരുത്വം പിണയുകയും നിങ്ങളുടെ വീര്യം തന്നെ ചോർന്നു പോകും, നിങ്ങൾക്കൊന്നിനും കഴിയാതെ വന്നു പോകും. വസ്ബിറു, നിങ്ങൾ ക്ഷമിക്കണം. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അല്ലാഹു ക്ഷമാശീലരുടെ കൂടെയാണ് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളെ സാമൂഹികമായ എല്ലാ ബന്ധങ്ങളെയും നമ്മൾ കൃത്യമായി സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ യാതൊരു തരത്തിലുമുള്ള വൈമനസ്യം നമ്മൾ കാണിക്കാൻ പാടില്ല. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ സാമൂഹിക ബന്ധങ്ങൾ. അത് ഭദ്രമാകുവാൻ നമ്മൾ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഞാനടക്കം നമ്മളെല്ലാവരും ചിലപ്പോൾ അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയമാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ മറ്റുള്ളവരെ ആദരിക്കാൻ നമുക്ക് പറ്റണം.
മറ്റുള്ളവരെ ബഹുമാനിക്കുവാനും മറ്റുള്ളവരുടെ വ്യക്തിത്വത്തിനെ അംഗീകരിക്കുവാൻ നമുക്ക് പറ്റണം. നമ്മൾ ഗൾഫിൽ പോയി അല്ലെങ്കിൽ വേറെന്തെങ്കിലും നമ്മൾ നല്ലോണം പഠിച്ചു, നമ്മളൊരു സ്ഥാനത്തെത്തി, വലിയൊരാളായി മാറി, അതോടുകൂടിയിട്ട് ഞാൻ വലിയവനാണ്, ബാക്കിയുള്ളവരെല്ലാം മണ്ടനാണെന്ന് വിചാരിക്കുന്ന, ബാക്കിയുള്ളവർക്കൊരു വിലയുമില്ലെന്ന് വിചാരിക്കുന്ന എത്രയോ വിവരദോഷികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അറിവുണ്ട് എന്ന് പറയുന്നവർ പോലും അറിവ് കൂടിപ്പോയിട്ട് ബാക്കിയുള്ള ആളുകൾ പണ്ഡിതന്മാരെ മുഴുവനും കാഫിറാക്കുന്ന ആളുകളുണ്ട്. ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന ആളുകളാണെന്ന് പറയുന്നവരുണ്ട്. അല്ലെ, അവരുടെ വാചകങ്ങളോ ഈ നമ്മുടെ കൊച്ചു കേരളത്തിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മുഴുകിയിരുന്ന ഉമ്മത്തിനെ തൗഹീദിലേക്കും സുന്നത്തിലേക്കും കൊണ്ടുവരാൻ പണിയെടുത്തിരുന്ന പണ്ഡിതന്മാരുണ്ട്. അവരിൽ നിന്നും അധ്യാപനങ്ങൾ പഠിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ നിന്ന് തലയുയർത്തി നടക്കുവാൻ പാകത്തിൽ മുസ്ലിം ഉമ്മത്തിനെ കൊണ്ടു നടന്ന ഒരുപാട് ആളുകളുടെ പേരുകൾ പറയാൻ പറ്റും. എന്നിട്ട് ആ പണ്ഡിതന്മാരും അവർ പറയുന്ന കാര്യങ്ങളുമൊന്നും യാതൊരു തലക്കും മുഖവിലക്കെടുക്കാതെ അവരൊന്നും അറിവില്ലാത്തവരാണെന്ന് പറയുകയും ഈ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇന്റർനെറ്റിലൂടെയും അതേപോലെ മറ്റു അറിവ് പുസ്തകങ്ങളിൽ നിന്നുമൊക്കെ വായിച്ചു വച്ച കാര്യങ്ങൾ വെച്ചുകൊണ്ട് മറ്റുള്ളവരെ മുഴുവനും നിഷ്കാസനം ചെയ്യുന്ന, അവരെയൊന്നും പരിഗണിക്കണമെന്ന് പറയുന്ന കിബറിന്റെ ഏറ്റവും വലിയ മൂർധന്യാവസ്ഥയിലുള്ള വിഭാഗങ്ങൾ സജീവമായി കൊണ്ടിരിക്കുന്നുണ്ടെന്ന് പിന്നെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഗൗരവമുള്ള കാര്യമാണ്. നമുക്ക് ബഹുമാനിക്കാൻ പറ്റണം മറ്റുള്ള ആളുകളെ. അള്ളാഹു ബഹുമാനിച്ചിട്ടുണ്ട്. വലഖദ് കറംനാ ബനീ ആദം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ വാചകം നമ്മുടെ മുമ്പിൽ വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ആദരിച്ചിട്ടുണ്ട്. ആ മനുഷ്യനെ നിന്ദിക്കാൻ, ആ മനുഷ്യനെ അപമതിക്കുവാൻ, അവന്റെ ജോലിയുടെയോ അവന്റെ പണത്തിന്റെയോ അവൻ തറവാടിന്റെയോ അടിസ്ഥാനത്തിൽ അവൻ മോശക്കാരനാണെന്ന് പറയുവാൻ ആരാണോ നിനക്ക് അധികാരം തന്നത്? ആരാ നമുക്ക് അധികാരം തന്നത്? വളരെ ഗൗരവകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മര്യാദ കൊടുക്കുവാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന, ആദരിക്കുവാൻ പറഞ്ഞിരിക്കുന്ന മനുഷ്യരെ ആദരിക്കുക തന്നെ വേണം. അങ്ങനെയാകുമ്പോൾ മാത്രമാണ് നമ്മുടെ സാമൂഹിക ജീവിതം അത് ഭദ്രമാവുകയുള്ളൂ. അള്ളാഹു യതീമുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, കല്ലാ ബൽ തുക്രിമൂനൽ യതീം. അവഗണിക്കപ്പെടുന്ന ആ വിഭാഗത്തിൽ നിങ്ങൾ എന്തു വേണം? നിങ്ങൾ ആദരിക്കണം എന്നുള്ളത് പരിശുദ്ധ ഖുർആനിന്റെ കൃത്യമായ നിർദ്ദേശമാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാവരെയും നമ്മുടെ മക്കളെ ആദരിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കളെ ആദരിക്കണം, നമ്മുടെ മാതാപിതാക്കളെ ആദരിക്കണം, അയൽവാസികളെ ആദരിക്കണം. അവർക്കെല്ലാം അവരിൽ നിന്നും നമ്മൾ കേൾക്കേണ്ടത് നമ്മൾ കേൾക്കുകയും അവർക്ക് കൊടുക്കേണ്ടിയിരിക്കുന്ന സ്ഥാനങ്ങൾ നമ്മൾ കൊടുക്കുകയും വേണം. അത് കൊടുക്കാതിരിക്കുമ്പോഴാണ് നമ്മുടെ കുടുംബങ്ങളിൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. നോക്കൂ, നിങ്ങൾ കെട്ടിക്കൊണ്ടുവന്ന തന്റെ ഇണയോട് അപമര്യാദയോടുകൂടി പെരുമാറുന്നവരുണ്ട്. തന്റെ കൽപ്പനകൾ മുഴുവനും ശിരസാ വഹിക്കേണ്ടവളാണ്. തന്റെ കൽപ്പനകൾ മുഴുവനും അവൾ അംഗീകരിക്കണം. അവൾക്കൊരു ബുദ്ധിയുമില്ല എന്ന് വിചാരിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ആണുങ്ങളും. തന്റെ ഭാര്യയ്ക്ക് ഒരു ബുദ്ധിയുമില്ല. അതുകൊണ്ട് തന്നെ അവൾ പറയുന്നത് കേൾക്കാൻ അവന് യാതൊരു മനസ്സുമില്ല. അവൻ പരിഗണിക്കുന്നില്ല. അവൻ പറയുന്നതൊന്നും അവൻ കേൾക്കുന്ന പോലുമില്ലെന്ന് മാത്രമല്ല, അവന്റെ ശബ്ദം കൊണ്ടും അവന്റെ കരുത്ത് കൊണ്ടും അവൾ അതിജയിച്ചുകൊണ്ട് കുടുംബ ബന്ധം എന്ന് പറയുന്ന ആ സുന്ദരമായ കുടുംബ ബന്ധത്തെ വളരെ മോശകരമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അറിയണം, നമ്മൾ നമ്മുടെ ഇണകളോട് ഏറ്റവും മാന്യമായ രൂപത്തിൽ അവർക്ക് കൊടുക്കേണ്ടുന്ന സ്ഥാനങ്ങളെ ഓരോരുത്തർക്കും അവരുടെ സ്ഥാനങ്ങളുണ്ട്. അത് കൊടുക്കണം. അല്ലാതെ താനാണ് ഏറ്റവും വലിയ അറിവുള്ളവൻ, എനിക്ക് എല്ലാം അറിയാമെന്നുള്ള വിചാരമുണ്ടല്ലോ, ആ വിചാരത്തെ കൊണ്ടു നടക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ഏതോ ആലോചിച്ച് നോക്കൂ, നമ്മൾ കൂടെ ഒരുമിച്ച് നടക്കുമ്പോൾ തന്നെ ഒരാള് എല്ലാത്തിനും ഞാനാണ് വലിയവൻ, ഞാനാണ് ഉഷാറ്, എനിക്ക് തന്നെയാണെന്ന് പറയുമ്പോൾ കൂടെയുള്ളവൻ പോലും അപ്പുറത്തുനിന്നും പറയും ഓരൊക്കെ എന്തിനു പറ്റും എന്ന് ചോദിക്കും. അത് സ്വാഭാവികമാണ്. അങ്ങനെയുള്ള വിചാരങ്ങളും അങ്ങനെയുള്ള ചിന്തകളും നമുക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കി തീർക്കും. അത് ഗൗരവമായി ആ വിഷയത്തെക്കുറിച്ച് കൂടി നമ്മൾ ആലോചിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ഇൻഷാ അല്ലാഹ് ചില കുറച്ചു കാര്യങ്ങൾ കൂടിയുണ്ട്, പിന്നീട് വിശദീകരിക്കാം. കൃത്യമായി സാമൂഹിക ബന്ധത്തിന് ഏറ്റവും നല്ല രൂപത്തിൽ കൊണ്ടുപോകുവാൻ ആവശ്യമായ ഒരുപാട് നിയമങ്ങളും ഒരുപാട് നിർദ്ദേശങ്ങളും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തിയത്. മറ്റുള്ളവരെ ആദരിക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടാവുക എന്നുള്ളത്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട്, മറ്റുള്ളവരുടെ അഭിമാനത്തിനെ ക്ഷതമേൽപ്പിക്കുന്ന വർത്തമാനങ്ങൾ ഉണ്ടാകരുത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹജ്ജത്തുൽ വിദാഇന്റെ വേളയിലെ നിർദ്ദേശമാണ്, ഇന്ന ദിമാഅക്കും വഅംബാലക്കും വഅഗ്റാലക്കും അലൈക്കും ഹറാം. മറ്റുള്ള ഒരാളുടെ അഭിമാനം എന്ന് പറയുന്നത് അത് നമ്മൾ എന്താവണം? അത് കാത്തു സൂക്ഷിക്കണം.
നമുക്ക് നമ്മളോട് എതിർപ്പുള്ളവരാണ് എന്നുള്ളത് കൊണ്ട്, നമ്മളോടൊപ്പം എന്തോ വിരോധം കാണിച്ചു എന്നുള്ളത് കൊണ്ട്, മീറ്റിംഗിൽ താൻ പറഞ്ഞതിന് എതിരഭിപ്രായം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അവന്റെ അഭിമാനത്തിനെ ക്ഷതപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളും അവന്റെ അഭിമാനത്തിനെ ക്ഷതപ്പെടുത്തുന്ന സമീപനങ്ങളും സ്വീകരിക്കുക എന്ന് പറയുന്നത് ഒരു മുസ്ലിമിന്റെ ഭാഗത്ത് നിന്നുണ്ടാവാൻ പാടില്ല. ഞാനും നിങ്ങളുമൊക്കെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. അതേപോലെ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സാമൂഹിക ബന്ധങ്ങൾ ശക്തമാക്കുവാൻ വേണ്ടി പറഞ്ഞു തന്ന കാര്യങ്ങളിലൊന്നാണ് തഹാദു തഹാബു. നിങ്ങൾ സമ്മാനങ്ങൾ കൊടുക്കണം, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ സമ്മാനങ്ങൾ കൊടുക്കണം, നിങ്ങളുടെ ഇണകൾക്ക് നിങ്ങൾ അടക്ക സമ്മാനങ്ങൾ കൊടുക്കണം. ആ സമ്മാനങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നത് മഹബ്ബത്ത്, നിങ്ങൾ തമ്മിലുള്ള ഇഷ്ടത്തിനെ കൂട്ടിയുറപ്പിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്കിടയിലുള്ള ഇരിക്കുന്ന വിദ്വേഷമുണ്ടല്ലോ, ചെറിയ ചെറിയ പിടക്കങ്ങൾ ഉണ്ടാകും, ചെറിയ വ്യത്യസ്തമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ആ അഭിപ്രായ വ്യത്യാസങ്ങളെ എല്ലാം ഇല്ലാതാക്കി കളയുവാൻ ഈ സമ്മാനം കൊടുക്കുന്നതിലൂടെ സാധ്യമാകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി നമുക്കിടയിൽ എല്ലാ ബന്ധങ്ങളിലും ഭാര്യമാരുമായുള്ള ബന്ധവും മാതാപിതാക്കളുമായും മക്കളും സമൂഹവുമായും സുഹൃത്തുക്കളും ആയുമുള്ള ബന്ധങ്ങളെയെല്ലാം നമുക്ക് പരിപോഷിപ്പിക്കുവാനും ഭദ്രതയോടുകൂടി കെട്ടുറപ്പോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോകുവാനും ഈ നിയമങ്ങൾ അനുസരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊരു തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഫലസ്തീനിൽ നിന്നും ഗസയിൽ നിന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ പുതുമയല്ലാതായി നമുക്ക് മാറിയിട്ടുണ്ട്. ആ വാർത്തകളിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കാൻ പോലും നമുക്ക് സാധ്യമല്ലാത്തിടത്തേക്കും നമ്മളിപ്പോഴും നമ്മുടെ ഭൗതികമായ സുഖങ്ങളിൽ ആർമാദിച്ചുകൊണ്ട് നടക്കുകയും ധൂർത്തും നമ്മുടെ ഓരോ സന്ദർഭങ്ങളും ലക്ഷങ്ങളും കോടികളുമെല്ലാം വാരി വിതറിക്കൊണ്ട് ആഘോഷത്തിൽ നടക്കുമ്പോഴും നമ്മൾ നമ്മുടെ സഹോദരങ്ങളെക്കുറിച്ച്, ഫലസ്തീനിലുള്ള ഗസയിലുള്ള നമ്മുടെ സഹോദരങ്ങളെക്കുറിച്ച് ഒന്ന് മനസ്സറിഞ്ഞാലോചിക്കാൻ, അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ സാധ്യമാകുന്ന രൂപത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ഗൗരവകരമായ ചിന്ത ഉണ്ടാവണം കേട്ടോ. വളരെ ഗൗരവമായി തന്നെ ചിന്തിക്കണം. ഇന്ന് രാവിലെ ഉസ്താദ് നമ്മോട് പറഞ്ഞു തന്നൊരു ഹദീസ് ഉണ്ടായിരുന്നു. ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദിഹിം വതറാഹുമിഹിം വതആതുഫിഹിം മസലുൽ ജസദ്. പരസ്പര സ്നേഹവും പരസ്പര കാരുണ്യവും പരസ്പരം ദയയും അത് വിശ്വാസികൾക്ക് ഉദാഹരണമായിട്ട് കൊണ്ട് പറയാണ്. അതൊരു മസലുൽ ജസദ്, ഒരു ശരീരം പോലെയാണ്. ആ ശരീരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു അവയവത്തിനൊരു പ്രയാസം വന്നാൽ ആ ശരീരം പനിച്ചുകൊണ്ടും അതേപോലെ തന്നെ വേദന അനുഭവിച്ചുകൊണ്ടും എല്ലാം അത് പങ്കിടും. അതുപോലെയാണ് വിശ്വാസികൾ എന്ന് പറയുന്നത്. ഗസയിലുള്ള നമ്മുടെ സഹോദരങ്ങളാണ്. അവരവിടെ അതിക്രമിക്കപ്പെടുന്നതും അവർ ജനിച്ച നാട്ടിൽ നിന്നും അവർ ആട്ടി ഓടിക്കപ്പെട്ടതും അവരേതെങ്കിലും വിഭാഗത്തിനോട് എന്തെങ്കിലും ശത്രുത കാണിച്ചു എന്നുള്ളത് കൊണ്ടല്ലല്ലോ. അവരാരെയും പ്രയാസപ്പെടുത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, അവരുടെ അവകാശപ്പെട്ട ഭൂമിയിൽ കയ്യേറി, അവരുടെ ഭൂമി കയ്യേറിക്കൊണ്ട് ആദ്യം 1948 അവിടെ വേറെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാകുന്നത്. ഫലസ്തീനിലെ വന്നിട്ടാണ് ഉണ്ടാക്കുന്നത്. അന്ന് 55% വന്ന ആളുകൾക്കും അവിടെയുള്ള സ്വന്തം നാട്ടുകാർക്ക് വെറും 45% ഭൂമി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത് പോയിട്ട് അവിടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഗസയും വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന ചെറിയൊരു സ്ഥലത്തേക്ക് അത് ചുരുങ്ങിയിട്ടുണ്ട്. അവിടെ പോലും ജീവിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് അവിടെ നിന്നും അവരെ ആട്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും ദയനീയമായ രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 800 കോടി മനുഷ്യരുള്ള ഭൂമിയിൽ 200 കോടിയോളം മുസ്ലിം ഉമ്മത്തുണ്ട്. അതേപോലെ തന്നെ 195-ലധികം രാജ്യങ്ങളിലടത്ത് 55ഓളം ഇസ്ലാമിക രാജ്യങ്ങളുണ്ട്. എന്നിട്ടും നമ്മുടെ സഹോദരങ്ങൾ ഇന്നും അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ നാട്ടിൽ അവർക്ക് ജീവിക്കുവാൻ കഴിയാതെ അങ്ങോട്ട് പോകുമെന്നറിയാതെ
വഴികളറിയാതെ നമ്മുടെ സഹോദരങ്ങൾ അവർ ഓടിക്കൊണ്ടിരിക്കാം. 5-6 വയസ്സുള്ള കുട്ടിയാണ്, അവന്റെ തോളത്ത് 2 മാസമുള്ള കുട്ടിയുണ്ട്, 4 മാസമുള്ള കുട്ടിയുണ്ട്. ആ കുട്ടിയെ എടുത്തുകൊണ്ട് എവിടേക്കെന്നറിയാതെ ഓടുന്നത് അവന്റെ ജ്യേഷ്ഠനാണ്. അവന്റെ ജ്യേഷ്ഠന് 5-6 വയസ്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള എത്രയെത്ര ചിത്രങ്ങളാണ് നമുക്ക് അവിടെ നിന്നും കാണുവാൻ സാധ്യമായത്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു ഇമാമിന്റെ പ്രസംഗം നിങ്ങൾ കേട്ടു കാണും. ആ ഫലസ്തീനിൽ അവിടെ വെച്ചുകൊണ്ട് ഒരു ഇമാം പ്രസംഗിക്കുന്നുണ്ട്. തൻ്റെ ജുമാക്ക് വേണ്ടി അവർ ഒരുമിച്ച് കൂടിയപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങളോട് സംസാരിക്കുവാൻ, നിങ്ങളോട് വിശപ്പ് കാരണം നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് കഴിയുന്നില്ല, അതേപോലെ എനിക്ക് സാധ്യമാകുന്നില്ല. അതേപോലെ തന്നെ ഞാൻ പറയുന്നത് കേൾക്കാൻ നിങ്ങൾക്കും സാധിക്കില്ല. കാരണം അത്രയേറെ വിശപ്പ് നിങ്ങളെ പിടികൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ജുമായുടെ റുക്കുനുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞ് തിരിഞ്ഞു നടക്കുന്ന രംഗമുണ്ട്. നമ്മുടെ സഹോദരങ്ങളാണ്, പ്രിയമുള്ളവരെ, നമ്മുടെ സഹോദരങ്ങളാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ അവർ എവിടെ നിന്നെങ്കിലും കിട്ടുന്ന ഭക്ഷണത്തിന് വേണ്ടി അവർ കാത്തിരിക്കുന്നു. മാസങ്ങളായി അവർ കാത്തിരിക്കുന്നുണ്ട്. അവിടെ കാലുകൾക്ക് വേണ്ടി വാങ്ങി വച്ചിരിക്കുന്ന ധാന്യത്തെ പൊടിച്ച് അതിനെ കുബൂസാക്കി മാറ്റിയിട്ട്, ധാന്യമാക്കി മാറ്റിയിട്ട് അതിനുകൊണ്ട് പത്തിരി ചുട്ടുകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും ദയനീയമായ അവസ്ഥകളിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. എങ്കിലും അവർ ധൈര്യശാലികളാണ്. ഒരു കുട്ടി ആ മരിക്കുന്നതിന് മുമ്പ് അവന്റെ പ്രദേശത്ത് അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവനൊരു വസിയത്ത് എഴുതി വെച്ചു. അവനറിയാം ഏതെങ്കിലും റോക്കറ്റുകൾ, ഏതെങ്കിലും ബോംബുകൾ എന്റെ തലക്ക് മുകളിലും അത് വന്നു ഭവിക്കും. അതുകൊണ്ട് തന്നെ അവൾ എഴുതി വെച്ചു, എന്റെ കളിപ്പാട്ടങ്ങളും എന്റെ പുസ്തകങ്ങളും മറ്റുള്ള മറ്റുള്ള കുട്ടികൾക്ക് വേണ്ടി കൊടുക്കണമെന്ന് വസിയത്ത് എഴുതി വെച്ചുകൊണ്ട് തലക്ക് മുകളിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന റോക്കറ്റുകളെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പൊന്നുമക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ അനുജന്മാർ, നമ്മുടെ ഉപ്പമാർ അവിടെ ഉണ്ട്. പ്രിയമുള്ളവരെ, നമുക്കത് മറന്നു പോവാണ്. നമ്മൾ 4 നേരം സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് അവരൊന്ന് ഓർമ്മിക്കാൻ പോലും, ഒരു ഫർള് നമസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥനയിൽ പോലും രാത്രിയിൽ നമുക്ക് അവർക്ക് വേണ്ടി ഒന്ന് തഹജ്ജുദ്, എണീറ്റ് നിന്ന് തഹജ്ജുദിൽ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാൻ പോലും സാധ്യമല്ലാത്തവരായി നമ്മൾ മാറിയിട്ടുണ്ട് എങ്കിൽ യാതൊരു സംശയവും വേണ്ട, നാളെ പരലോകത്ത് അവർ നമുക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അവർ ചോദിക്കും, നിങ്ങൾ എന്തായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിരുന്നതെന്ന്. അപ്പോൾ ഏറ്റവും ദുർബലമായ അവസ്ഥയിലുള്ള കാര്യമാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. നമുക്കതാ ചെയ്യാൻ പറ്റുന്നതുള്ളത്. കഴിയുന്ന മറ്റു മാർഗങ്ങളുള്ളവർ അത് സ്വീകരിക്കണം. മറ്റുള്ള വഴികളുണ്ട് എങ്കിൽ അത് സ്വീകരിക്കുവാൻ സാധ്യമാകുന്നവർ അത് സ്വീകരിക്കണം. ഏറ്റവും ദുർബലമായ പ്രാർത്ഥന എന്നത് പോലും നിർവഹിക്കാൻ കഴിയാതെ രാത്രി 12 മണി വരെയും 1 മണി വരെയും മൊബൈലിൽ മറ്റു പലതും കണ്ടിരുന്ന് സുബ്ഹിന്റെ ജമാഅത്തിന് പോലും വിളിക്കുത്തരം നൽകാതെ കിടന്നുറങ്ങുന്ന മുസ്ലിം ഉമ്മത്തിലെ സഹോദരങ്ങളെ, നമ്മൾ എന്താ നമ്മുടെ റബ്ബിന്റെ കോടതിയിൽ നാളെ നമ്മൾ ഇവർക്ക് വേണ്ടി മറുപടി പറയുക? എന്താ നമ്മൾ അല്ലാഹുവിനോട് പറയാ? ഓടിക്കൊണ്ടിരിക്കാൻ എവിടേക്കെന്നറിയില്ല, എങ്ങോട്ടാണെന്നറിയില്ല, മരണമല്ലാതെ മറ്റൊന്നും അവരുടെ മുമ്പിലില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ചെയ്യാൻ സാധ്യമാകുന്നതിൽ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഓരോ ഫർള് നമസ്കാരങ്ങളിലും ഒരു ഫർള് നമസ്കാരത്തെയും നിങ്ങൾ ഉപേക്ഷിക്കരുത് കേട്ടോ. പുരുഷന്മാരോട് പ്രത്യേകിച്ചും ഒരു ഫർള് നമസ്കാരവും ജമാഅത്തായി നമസ്കരിക്കുന്നതിൽ നിന്നും ഒരു തരത്തിലുമുള്ള പിഴവ് വരുത്താതെ ഓരോ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷവും ഓരോ നിങ്ങളുടെ സുന്നത്ത് നമസ്കാരങ്ങൾക്കിടയിലും നിങ്ങൾ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. കഴിയുന്നവർ, ആരോഗ്യപരമായി പ്രയാസങ്ങളൊന്നും ഇല്ലാത്തവർ സുബഹിന്റെ മുമ്പ് എണീറ്റുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹുവിനോട് കൈകൾ ഉയർത്തിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അള്ളാഹു എല്ലാം കാണുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം കാണുന്നുണ്ട്, അവനെല്ലാം അറിയുന്നുണ്ട്, അവനെല്ലാം പരിഹരിക്കുവാൻ സാധിക്കുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കരങ്ങൾ ഉയർത്തി നമ്മുടെ റബ്ബിനോട് നമ്മൾ തേടിക്കൊണ്ടിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നിർഭയത്വവും സമാധാനവും ആശ്വാസവും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, അവർക്ക് സന്തോഷത്തോടുകൂടി അവരുടെ കുടുംബത്തോടൊപ്പം അവരുടെ വീടുകളിൽ കഴിയാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. വിശപ്പ് വല്ലാതെ അവരെ പിടികൂടിയിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം നിർഭയത്വം എന്ന് പറയുന്നത് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് അവർക്ക് നീ അത് തിരിച്ചു കൊടുക്കണം റഹ്മാനെ. നിർഭയത്വം അവർക്ക് തിരിച്ചു കൊടുക്കണം റഹ്മാനെ. അവരുടെ വിശപ്പിനെ നീ അകറ്റി കൊടുക്കണം റഹ്മാനെ. അള്ളാഹുവേ, ശത്രുക്കളുടെ സകലവിധ കുതന്ത്രങ്ങളെയും നീ തകർത്ത് തരിപ്പണമാക്കണേ റഹ്മാനെ. അള്ളാഹുവേ, അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് ഷഹീദിന്റെ പ്രതിഫലം നൽകി നീ
അനുഗ്രഹിക്കണം റഹ്മാനെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് നീ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്യണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്, കുടുംബാദികളുണ്ട്, എല്ലാവരെയും തന്നെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് മനുഷ്യർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് നാഥാ. വീടുകളിൽ പ്രയാസം കൊണ്ട് പള്ളികളിലേക്ക് വരാൻ കഴിയാത്ത ആളുകളുണ്ട്. അവർക്കെല്ലാം നീ ആശ്വാസവും സമാധാനവും കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് വരാനും ആരാധന നിർവഹിക്കുവാനുമുള്ള തൗഫീഖ് അവർക്ക് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. നേരത്തെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയതുപോലെ കെ അബ്ദുൽ ഖാദർ സാഹിബ് ഇപ്പോഴും ICU തന്നെയാണുള്ളത്. അള്ളാഹുവെ, അദ്ദേഹത്തിന് രോഗത്തിന് ശിഫ കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. അതേപോലെ കൈത്തലക്കൽ അബ്ദുള്ള എന്നിവരുടെ ഭാര്യയ്ക്കും രോഗിയായിക്കൊണ്ട് അവരും ICUലാണുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. അള്ളാഹുവെ, അവർക്കും ശിഫ കൊടുത്ത് നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അതേപോലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്, പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന് പറഞ്ഞവർ. അള്ളാഹുവെ, അവർക്കെല്ലാം നീ ആശ്വാസം കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. വളരെ പ്രയാസപ്പെട്ടും ജുമാകൾക്ക് വന്നിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട് നാഥാ. അവർക്കെല്ലാം മരിക്കുന്നത് വരെ ഇബാദത്തുകൾ സന്തോഷത്തോടു കൂടി നിർവഹിക്കുവാൻ തൗഫീഖ് നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ അഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات. اللهم انصر إخواننا في فلسطين. اللهم انصر إخواننا في غزة. اللهم ثبت أقدامهم. اللهم ثبت أقدامهم. اللهم ثبت أقدامهم. اللهم اكشف الضر عن إخواننا في فلسطين. اللهم اكشف الضر عن إخواننا في فلسطين. اللهم اشف جرحاهم. اللهم تقبل شهداءهم. اللهم إنهم جوعى فاطعمهم. اللهم إنهم مظلومون فانصرهم. اللهم انصرهم الأعداء نصرا كاملا. اللهم اهلك قوة الصهاينة المختلين. اللهم دمر الجيش الطاغين. اللهم انزل عليهم عذابك. اللهم لعنهم لعنا كبيرا. اللهم لعنهم لعنا كبيرا. اللهم لعنهم لعنا كبيرا. اللهم شتت شملهم وفرق جمعهم. اللهم اجعل بيوتهم عليهم ردما. اللهم اجعل قنابلهم عليهم دمدما. اللهم حرر المسجد الأقصى من دنس اليهود صهاينة. اللهم حرر المسجد الأقصى من دنس اليهود صهاينة. اللهم اخرج منه صهاينة الأذلة الصاغرين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. وأذل الشرك والمشركين. وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.